കടുത്ത വേനലിൽ ക്ഷീരകർഷകർക്ക് പ്രതിസന്ധിയായി തീറ്റപ്പുൽ കരിഞ്ഞ് ഉണങ്ങുന്നു. നൂൽപ്പുഴ കണ്ണങ്കോടാണ് ശക്തമായ വേനലിൽ തീറ്റപ്പുൽ ഉണങ്ങി നശിക്കുന്നത്. പാട്ടത്തിനടുത്ത് ചീരാൽ സ്വദേശി സുന്ദരൻ കൃഷിയിറക്കിയ പുല്ലാണ് കരിഞ്ഞുണങ്ങുന്നത്. ജില്ലയിൽ ക്ഷീരകർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് കടുത്ത വേനൽ. പുല്ല് കൃഷി ചെയ്ത് പശുക്കളെ പോറ്റുന്നവർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ജലക്ഷാമം കാരണം പുൽ നനയ്ക്കാതായതോടെ പൊള്ളുന്ന ചൂടിൽ പുല്ലുകൾ ഉണങ്ങിക്കരിയുകയാണ്. പുഴയോരത്തെ പുൽകൃഷി വരെ ഉണങ്ങി നശിക്കുന്നത് കർഷകരെ ഏറെ പ്രയാസപ്പെടുത്തുകയാണ്. ചീരാൽ സ്വദേശിയായ സുന്ദരൻ നൂൽപ്പുഴ കണ്ണങ്കോട് കല്ലൂർ പുഴയോരത്തെ ഒരേക്കർ വയലിലാണ് പുൽകൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറിയ ഭാഗവും വേനലിൽ ഉണങ്ങി നശിച്ചു. പുല്ല് കൊടുത്തെങ്കിലാണല്ലോ പാലുൽപാദനം കൃത്യമായിട്ട് കിട്ടലും ഉൽപ്പാദനം കൂടണമെങ്കിലും പച്ചപ്പുല്ല് ആശ്രയിച്ചാണ് ക്ഷീരകർഷകർ കൃഷി ചെയ്യുന്നത്. പക്ഷേ എന്നുണ്ടെങ്കിൽ ഈ പച്ചപ്പുല്ല് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ പാലുൽപാദനം ഗണ്യമായിട്ട് കുറയും. അത് ക്ഷീരകർഷകരെ നല്ല രീതിയിൽ ബാധിക്കും. കാലിത്തീറ്റയ്ക്കാണെങ്കിൽ ഓരോ മാസം തോറും 50 രൂപ വെച്ചിട്ടാണ് കാലിത്തീറ്റയ്ക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ഈ വേനൽക്കാലത്തെങ്കിലും ഒരു അടിയന്തര നടപടി എന്നുള്ള നിലയ്ക്ക് ഈ ചോളത്തണ്ട് അതുപോലെ തന്നെ പച്ചപ്പുല്ലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നൊരു സബ്സിഡി നിരക്കിൽ എത്തിച്ചുകൊണ്ട് കർഷകരെ സഹായിക്കണം. പുല്ലിന് ക്ഷാമം നേരിടാൻ തുടങ്ങിയതോടെ പാലുൽപാദനവും ഗണ്യമായി കുറഞ്ഞുവെന്ന് കർഷകർ പറയുന്നു. വന്യമൃഗശല്യം കാരണം മറ്റു കൃഷികൾ ഉപേക്ഷിച്ച് ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞ കർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് നിലവിലെ വേനൽ കാരണമുണ്ടായ പുൽകൃഷിനാശം. കൃഷിവകുപ്പിൽ നിന്നും കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ബത്തേരി.